ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇതൊരു തക്കാളി രസമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മൾ പരിപ്പ് ഉപയോഗിക്കുന്നില്ല, രസപ്പൊടി ഉപയോഗിക്കുന്നില്ല, പുളി ഉപയോഗിക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു അടിപൊളി രസമാണ്. നമുക്കിതൊരു 5-6 മിനിറ്റിനകത്ത് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയും രുചിയാണ് ഈ ഒരു തക്കാളി രസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുന്നതായിരിക്കും നല്ലത്, എല്ലാം നമുക്ക് ഒരുപോലെ അരഞ്ഞു കിട്ടാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കൈപ്പിടിക്കുള്ള മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മല്ലിയില. പിന്നെ ചേർക്കുന്നത് ഒരു 5 വെളുത്തുള്ളിയാണ്. ഞാൻ ഇവിടെ ഒരു 3 വെളുത്തുള്ളി ഇതിനകത്ത് വലുതാണ്, അതുകൊണ്ടാണ് 5 എണ്ണം ആക്കി എടുത്തത്. ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 8 എണ്ണം വരെ വെളുത്തുള്ളി എടുക്കാം. പിന്നെ അത്രയും വലിപ്പമുള്ള ഒരു ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് നല്ല ജീരകം, ചെറിയ ജീരകം എന്ന് പറയുന്നതാണ് കേട്ടോ. അതൊരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോണ്ട. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് പെരുംജീരകമാണോ നല്ല ജീരകമാണോ. നല്ല ജീരകമാണ്. പിന്നെ ചേർത്തത് 1 ടീസ്പൂണോളമുള്ള കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. മിക്സിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് അരച്ചെടുക്കേണ്ട കാര്യമില്ല. ഇത് അങ്ങനെ ഒത്തിരി അങ്ങ് ഫൈൻ പേസ്റ്റ് ആവില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചതച്ചൊരു ഇതിലാണ് ഇരിക്കുക. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു പേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് അതേ മിക്സിയിൽ ഒരു 3 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന തക്കാളിക്ക് വലിയ പുളിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് 3 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന തക്കാളിക്ക് പുളി ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇനി ഇതും നമ്മൾ മിക്സിയിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണിക്കാം. ഇതേപോലെ തന്നെ ഇതൊരു ടൊമാറ്റോ പ്യൂരി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതും റെഡിയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് രസം ഉണ്ടാക്കാനുള്ള ഒരു പാത്രം വെക്കാം. ഞാനിന്നിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂണോളമുള്ള 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂണോളമുള്ള കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 3/4 ടീസ്പൂണോളമുള്ള ഉഴുന്നും പരിപ്പ്, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. അത് നമുക്കൊരു 2.5 നുള്ളോളം ഉള്ള കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചേർക്കുന്നത് ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് എന്നൊക്കെ പറയില്ലേ, അത് ഒരു 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. അപ്പോൾ പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മല്ലിയിലൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് തന്നെയാണ്. പേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു ചതച്ച രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും പേസ്റ്റാക്കി കളയരുത്. ഇതേപോലെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതും കൂടെ ചേർത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. കാരണം ഇത് മൺചട്ടിയാണ്, ഇതിനകത്ത് ഓൾറെഡി ചൂട് കാണും. അപ്പോൾ നമ്മൾ ചിലപ്പം ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൺചട്ടി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്, കാരണം ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മല്ലിയിലൊന്നും പച്ചമണം മാറിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ശരിക്കും ആ ഒരു രസത്തിൻ്റെ ഒക്കെ ഒരു എല്ലാ ഫ്ലേവറിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അതായത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കറിവേപ്പില ചേർത്തിട്ടില്ല, കാരണം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാഞ്ഞത്. കറിവേപ്പിലും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദായിരിക്കും. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം 1 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 1 മിനിറ്റോളം ഇളക്കി കൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ 1/2 ടീസ്പൂണോളമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിലും ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതാ നമ്മുടെ ഇപ്പോൾ ഈ ഒരു അരപ്പ് ഇവിടെ റെഡിയായി തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 1.5 കപ്പോളം ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തക്കാളിയൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സി ജാറിനകത്ത് അല്പം വെള്ളം ഒഴിച്ച് അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അപ്പോൾ അത് ഞാൻ ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിപ്പോൾ 1.5 കപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടി വന്ന 2 കപ്പ് അതിന് വിട്ട് പോകണ്ട, കാരണം അതിന് കൂടുതൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു മസാല നമ്മൾ നേരത്തെ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഒത്തിരി അങ്ങ് ഡൈല്യൂട്ടഡ് ആയി പോവും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് 1.5 കപ്പ് മതിയാവും ഞാനിപ്പോൾ ഈ പറഞ്ഞ അളവിന്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നത് ഒരു നിർബന്ധമില്ലാട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ലാസ്റ്റ് ആണെങ്കിലും ചേർത്താൽ മതിയാവും. ഞാൻ ഇപ്പം അങ്ങ് അറിയാതെ ചേർത്ത് പോയതാണ് സത്യത്തിൽ. ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇപ്പം ചേർക്കണ്ടായിരുന്നു, ലാസ്റ്റാണ് ചേർക്കേണ്ടിയിരുന്നെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ലാസ്റ്റ് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതാ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ, ഒത്തിരി വെട്ടി തിളയ്ക്കേണ്ട കാര്യമില്ല. നമുക്കിതിൻ്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ പത പോലെ വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ അടുപ്പിൻ്റെ ചൂടിനകത്ത് വീണ്ടും ഇത് തിളയ്ക്കാൻ തുടങ്ങും. അന്നേരം ഒരു പ്രത്യേക ഒരു ചുവ നല്ലതായിരിക്കില്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതാ ഇപ്പോൾ ഇവിടെ തിളയ്ക്കാൻ അത് ആ സൈഡുകളിലൊക്കെയും അതുപോലെ പത വരാനൊക്കെ തുടങ്ങിയ ആ സമയത്ത് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ രസം റെഡിയാണ്. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രസപ്പൊടി ഇല്ലാത്ത, പരിപ്പ് ചേർക്കാത്ത, പുളി ചേർക്കാത്ത നല്ലൊരു അടിപൊളി രസം ഇവിടെ റെഡിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്, വേറെ ഒന്നും വേണ്ട. അത്രയും സ്വാദാണ്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും കറികൾ വെക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കുറവുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുകയെന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രസം ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരൻറ്റിയാണ്. എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.